ഈ ഇപ്പോൾ പാമ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്യല്ലോ എന്തായാലും. ഇപ്പോൾ പാമ്പുകടി മരണങ്ങൾ കൂടുതലാകുന്നുണ്ട്. പ്രത്യേകിച്ചും ശംഖുവരയനുമൊക്കെ വീടിന് ചുറ്റും വീടിനടുത്തൊക്കെ വരുന്നു, പിന്നെ വീടിനുള്ളിൽ കയറുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ വാർത്തയിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമുക്കിതിനെ നിയന്ത്രിക്കാനുള്ള മാർഗം? ഇത് വാസ്തവത്തിൽ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. പാമ്പ് പിടുത്തക്കാരുടെ അഭിപ്രായമാണ് ഇവിടെ ടി വിയിലും പത്രത്തിലും ഒക്കെ വരിക. പാമ്പിനെ കണ്ട പാമ്പ് പിടിക്കുക എന്നുള്ളത് അതൊരു ഇതാണ്. പക്ഷേ നമ്മുടെ ഒരു പഴയ കാഴ്ചപ്പാടാണെങ്കിൽ നമ്മൾ പറയും, കാണണമെങ്കിൽ കണ്ണടയ്ക്കണം, വേണ്ടെങ്കിൽ പ്രതിഷ്ഠിക്കണം എന്ന് പറയും. കുടിയിരുത്തണം. കാണാൻ കണ്ണടയ്ക്കണം, വേണ്ടെങ്കിൽ കുടിയിരുത്തുക. അതായത് ഈശ്വരനെ കാണണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി കണ്ണടച്ച് നോക്കി ഈശ്വരനെ കാണും. ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടിട്ട് ഉള്ളിലെ ഈശ്വരനെ കാണാൻ പറ്റണം. അത് കാണാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത് കണ്ണടച്ച് പിന്നെ നോക്കണം. അങ്ങനെ അന്തര്യാമിനായിട്ട് ഈശ്വരൻ, അതാണ് കാണാൻ കണ്ണടയ്ക്കണം എന്ന് പറയുക. അപ്പോൾ കബീറിൻ്റെ ഒരു ദോഹയുണ്ടല്ലോ, കസ്തൂരിക്ക മുറുക് ഫിർ ഫിർ ഡുണ്ടേ കാസ്, ഉള്ളിൽ നിന്നുള്ള വാസന എന്താണെന്നറിയാണ്ട് പിന്നെ ഓടി ഓടി നടക്കണം, തേടി ഈശ്വരൻ ഉള്ളിലുണ്ട്, അത് കാണാതെ നടക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ പാമ്പും അങ്ങനെയാണ്. നമുക്കിതിൻ്റെ ഉപദ്രവവും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളതിനെ കുടിയിരുത്തണം, അതിനിരിക്കാൻ ഒരു സ്ഥലം കൊടുക്കണം. നേരത്തെ പറഞ്ഞ് ഏതൊരു മൃഗവും നല്ല താമസിക്കാനുള്ള സ്ഥലവും ഭക്ഷണം കിട്ടി അവിടെ ഇരുന്നോളും. അപ്പോൾ പഴയ കാലത്ത് നമ്മുടെ കേരളത്തിലെ ഐതിഹ്യമാലയിലൊക്കെ പറഞ്ഞു, അന്നേ കാലം തൊട്ട് പരശുരാമൻ്റെ കാലം തൊട്ട് പറയുകയാണ്, ഒരു 1/7 ഭൂമി ഈ കാടുകൾക്ക് മൃഗങ്ങൾക്കായിട്ട് നാഗങ്ങൾക്കായിട്ട് മാറ്റി വയ്ക്കണം എന്നുള്ളതാണ്. വലിയ തറവാടുകളിലൊക്കെ നിർബന്ധമായിട്ടൊരു കാവുണ്ടായിരുന്നു. അപ്പോൾ കാവിൻ്റെ ഗുണം എന്താ വെച്ചാൽ, കാവിലൊരു കുളമുണ്ടായിരിക്കും, അവിടെ ആരും പോകില്ല, ആ ചവറൊക്കെ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ എത്ര വേനൽക്കാലത്ത് ആ ചവറിൻ്റെ ഇടയിൽ ഒരു ഈർപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഈ പാമ്പുകൾ കോൾഡ് ബ്ലഡഡ് ആനിമൽസാണ്. ഇപ്പോൾ നമ്മളൊക്കെയാണ് മനുഷ്യർ, നമ്മൾ ഹോട്ട് ബ്ലഡഡാണ്, അല്ലെങ്കിൽ വാം ബ്ലഡഡ് ആനിമൽസ്. നമുക്കൊരു മരുഭൂമി, ഇപ്പോൾ ഹിമക്കരടി ഉള്ള ആളാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ അത് തന്നെയായിരിക്കും. ബൈ ഫിസിയോളജിക്കൽ പ്രോസസ്സ് നമ്മൾ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ഈ പാമ്പ് പോലത്തെ ഉരകങ്ങൾക്ക് കോൾഡ് ബ്ലഡഡ് ആയതുകൊണ്ട് അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക് അതിന് വരും. അപ്പോൾ ജീവൻ പോകാണ്ടിരിക്കാൻ അതിന് ഇത്രയും ചൂട് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തണുപ്പ് തേടിപ്പോവും. അതുകൊണ്ടാണ് ചൂട് കൂടുമ്പോൾ തണുപ്പിന് വേണ്ടി ജീവൻ നിലനിർത്തുന്നതിനാണ് ഇത് വരുന്നത്. അല്ലാണ്ട് തണുപ്പ് ഇഷ്ടപ്പെട്ട് നമ്മൾ എ സിയിലിരിക്കുന്ന പോലെയല്ല, ഇല്ലെങ്കിൽ അവൻ ചത്തു. അപ്പോൾ അവൻ്റെ മരണഭീതി കൊണ്ട് ജീവൻ രക്ഷയ്ക്ക് വേണ്ടി പ്രാണരക്ഷാർത്ഥം വരുന്നതാണ് തണുപ്പുള്ള സ്ഥലങ്ങളിൽ. എന്തുകൊണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ വരുന്നു? ഇപ്പോൾ നമ്മൾ ആൾക്കാരോട് പറയുന്നത് എല്ലാം വെട്ടിക്കളയുക, ചുറ്റുപാടുള്ള ബുഷ് വെട്ടിക്കളയുക, തീയിടുക, കത്തിക്കുക, പാമ്പിനിരിക്കാൻ സ്ഥലമില്ല. ഇപ്പോൾ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ 70കൾക്ക് ശേഷമാണ്, അത് പല ഐഡിയോളജിയുടെ ഇതുകൊണ്ടും ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് കാവുകൾ വെട്ടിക്കളയും. 70കൾക്ക് ശേഷം കൂടുതൽ കാവുകൾ വെട്ടി ആവാഹിച്ച് വെക്കലൊക്കെ ഉണ്ടായത്. ഈ 70കൾക്ക് ശേഷമാണ് പാമ്പ് കടിയേറ്റ് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയത്. ഇപ്പോൾ ശരാശരി ഓരോ വർഷം 110, 120 വരെ ആയി. വാസ്തവത്തിൽ പാമ്പുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്തത്. ഇരിക്കാൻ സ്ഥലമില്ല, കാടില്ല, കാവില്ല, ഇങ്ങനെ ആക്കി. റോഡ് സൈഡിൽ വല്ല കാടും ഉണ്ടെങ്കിൽ തൊഴിലുറപ്പിലും വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇരിക്കാൻ കാടില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ മൃഗങ്ങൾ എവിടെ പോകും? പക്ഷേ നമ്മുടെ ശരിയായിട്ടുള്ള സമീപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൃഗങ്ങൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞു, ദൈവത്തിന് കയ്യബദ്ധം പറ്റിയിട്ടില്ല. എല്ലാ ജീവജാലങ്ങളോടും വേണം. ഓരോ പുൽക്കുടിക്ക് പോലും, പൂമ്പാറ്റയ്ക്ക് പോലും, പാമ്പായാലും പെരിച്ചാഴിക്ക് ആയാലും അതിനൊരു ആവാസപരമായിട്ടുള്ള ഇക്കോളജിക്കലായിട്ടുള്ള പരിസ്ഥിതിശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒരു റോള് നിർവഹിക്കാനുണ്ട്. അതിൻ്റേതായിട്ടുള്ള പങ്ക് നിർവഹിക്കണം. ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടായിരിക്കും, നമുക്ക് ആകെ കുഴപ്പമാകും. ഇപ്പോൾ ഭഗവത്ഗീത സൂത്രയമണികൾ എന്ന് പറയില്ലേ, ഒരു ചരടിൽ കോർത്ത വിവിധങ്ങളായിട്ടുള്ള മുത്തുമണികൾ പോലെ വിവിധ ജീവജാലങ്ങളെ കോർത്ത് ഈ ബയോസ്ഫിയർ നെറ്റ്വർക്ക് ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിലെല്ലാ ജീവജാലങ്ങളും വേണം. ഏതെങ്കിലും ഒരെണ്ണം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്കോസിസ്റ്റം താറുമാറാവും, അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഇവരില്ലാതെ, അതായത് ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും മാത്രം, ഇത് കാണാൻ 10 പേര് വേണമെന്ന് പോലും അത്ര സെൽഫിഷാണ്. അപ്പം നമുക്ക് സുഖമായിട്ട് ജീവിക്കണം, ബാക്കി ജീവികൾ വേണ്ട എന്നുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്ത ഈ ജീവജാലങ്ങളോട്, പ്രകൃതി വിഭവങ്ങളോട് വന്നതാണ് ഇതിൻ്റെ ഒരു കാരണം. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ആലോചിക്കേണ്ടത്, ഈ അവൻ്റെ ഇക്കോളജിക്കൽ റോള് നിർവഹിക്കാനായിട്ട് പാമ്പ് വേണം. ഇപ്പോൾ ഒരു 10-20 വീടുകളുള്ള പ്ലോട്ടുള്ള ഒരു കോളനിയാണെങ്കിൽ അവിടെ ഒരു പറമ്പ് ഇതുവരെ പ്രകൃതിക്കായിട്ട് നീക്കിയിടാം. ഇത് ആവശ്യമാണെന്ന് അറിയാത്തതുകൊണ്ടാണ്. പണ്ട് കാലത്ത് ആൾക്കാരാണെങ്കിൽ നീട്ടിയിടുമായിരുന്നു ഒരു പോർഷൻ, അത് പ്രകൃതിക്കായിട്ട് ഇട്ടേക്കാണെന്ന് അവർ പറയും. അത് പാമ്പിന് അവരെടുത്തോട്ടെ, ഇത് നാഗങ്ങളുടെ മണ്ണാണ്. കാരണം എന്ത് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ശാസ്ത്രം കേൾക്കുമ്പോൾ അന്ധവിശ്വാസമാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ അല്പജ്ഞാനം കൊണ്ടാണ്. ഫുള്ളായിട്ട് ഒരു ഇൻ്റഗ്രൽ നോളജ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഭാരതീയമായിട്ടുള്ള തത്വശാസ്ത്രത്തിൻ്റെ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ആൻഡ് പ്രിസൈസാണ്. സൂക്ഷ്മതയുണ്ട്, സമഗ്രതയുണ്ട്. വിവിധ ബ്രാഞ്ചുകളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ സൂക്ഷ്മവും സമഗ്രമായിട്ടുള്ളൊരു ഭാവത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജീവജാലങ്ങൾക്ക് ജീവിക്കാനൊരു സ്ഥലം വേണം. അപ്പോൾ പാമ്പിനൊരു കാവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാവ് വയ്ക്കാൻ സ്ഥലമില്ലെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ 6 തെങ്ങുണ്ട്, ഒരു തെങ്ങും തടഞ്ഞാൽ അതിനായിട്ട് വെച്ചേക്കണം. ഇപ്പോൾ 2ആയി അത്. അവിടെ നമ്മൾ ചവറൊക്കെ കൊണ്ടിടും, ഒന്നും ചെയ്യില്ല. അവിടെ നമ്മൾ ചവിട്ടുക, കിളയ്ക്കുക ഒന്നും ചെയ്യില്ല.
അവിടെ ഇത്തിരി കൂടുതൽ നനച്ചേക്കാം. നനച്ച് കഴിഞ്ഞാൽ ഈർപ്പം കൊണ്ട് അവരവിടെ നിൽക്കും. അപ്പോൾ ഈ പാമ്പ് പുറത്തേക്ക് വരില്ല. അപ്പോൾ എനിക്കറിയാം അവിടെ ഇഷ്ടം. അപ്പോൾ അയൽപ്പക്കക്കാർ അവിടെ ഞാൻ അണലിയെ കണ്ടു, ഇഷ്ടംപോലെ പാമ്പുണ്ട്, ചേനത്തണ്ടനെ കണ്ടു എന്നൊക്കെ പറയും. ചേനത്തണ്ടുണ്ടാവും, അണലുണ്ടാവും, മൂർഖനുണ്ടാവും, പക്ഷെ നമുക്ക് കുഴപ്പമില്ല. കീരി ഉണ്ടായിരിക്കും അവിടെ. അപ്പോൾ അവർ നമ്മളെ ഒന്ന് ഉപദ്രവിക്കുക, എലിയൻ സാധനങ്ങളെ പിടിക്കുകയും ചെയ്യും. ഇതുവരെ എൻ്റെ വീടിൻ്റെ അകത്തേക്ക് വന്നിട്ടില്ല. വീട് പണിത ഉടനെയൊക്കെ ചിലപ്പോൾ പാമ്പ് വന്നിട്ട് ആ ജനലിൽ കൂടെയൊക്കെ നോക്കുമായിരുന്നു. അവിടെ കംപ്ലീറ്റ് നെറ്റിട്ടു. ഇതൊരു ഭയം സൃഷ്ടിച്ച് വെച്ചേക്കാണ്. ഈ ജീവജാലങ്ങളുടെ ഭയം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് ഈശ്വരൻ്റെ ഒരു സൃഷ്ടിയാണെന്നുള്ളൊരു അത്ഭുതമായിട്ട് അതിനെ നോക്കാമല്ലോ. അത് മണ്ണിൽ കൂടെ പോവില്ല. ചെവി ഇല്ലാണ്ട് ഇവിടെ ശബ്ദം അതിന് കേൾക്കാൻ സാധിക്കണം. നമ്മൾ ചവിട്ടിയെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. ഓരോന്നിനും ഒരു അഡാപ്റ്റേഷൻ. അങ്ങനെ നോക്കി മൃഗത്തെ സ്നേഹിച്ചുകൊണ്ട് ഭയം സൃഷ്ടിക്കാതെ, പക്ഷേ ജാഗ്രത മതി, ഭയം വേണ്ട. ആ ജാഗ്രതയോടുകൂടി നമ്മൾ ഇരുന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്, ഒന്നും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ 2 പാമ്പുണ്ട്. പാമ്പ് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളവിടെ പോവില്ല, രാത്രി പോവില്ല. പകൽ നമുക്കുള്ള സമയം, രാത്രി അവനുള്ള സമയമാണ്. അവനെ ഇര തേടണം, അത്യാവശ്യം വേണം. പക്ഷേ ഇങ്ങനെ തണുപ്പുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ പ്രാണികൾ, തവളയൊക്കെ വരും. അതിനാണ് പഴയ ആൾക്കാർ കാവുണ്ടാക്കിയിട്ട് വിളക്ക് കൊളുത്തി വയ്ക്കും. വിളക്ക് കൊളുത്തി തിരി കൊളുത്തി വയ്ക്കുമ്പോൾ പ്രാണികൾ വരും. പ്രാണികളെ തിന്നാൻ തവള വരും. തവളയെ പാമ്പിന് തിന്നാം. ഇരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കൊടുക്കണം, അനാവശ്യമായിട്ട് ഇവിടെ വരില്ല. അങ്ങനെ നമ്മൾ പാമ്പ് നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ, പണ്ട് കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ഒരു കൊല്ലം തെറ്റി, കൊല്ലത്തിലൊരിക്കൽ പൂജയൊക്കെ നടത്തുമല്ലോ. അപ്പോൾ വരുമ്പോൾ പാമ്പ് പുറത്തേക്ക് വന്നു. പാമ്പ് പുറത്തേക്ക് പറഞ്ഞാൽ അമ്മൂമ്മ പറയും, ഈശ്വര ഇത്തവണ വിളക്ക് നടത്തിയിട്ടില്ല, പാമ്പിന് ബലി നടത്തിയില്ല, അപ്പോൾ ഇത്തവണ ഒരു വിളക്കും പാമ്പും പൂജ ചെയ്തേക്കാന്ന് പറയും. ഉടനെ അവിടെ മഞ്ഞളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ അത് തിന്നാൻ ഒരു സാധനമാകുമ്പോൾ അടുത്ത ജീവികൾ വരികയാണ്. പിന്നെ പാമ്പ് വരില്ല. ദർ ഇസ് എ സയൻസ്. അതിലൊരു ഫിലോസഫി ഉണ്ട്, സ്പിരിച്വലുണ്ട്, അപ്രോച്ചുണ്ട്, കാഴ്ചപ്പാടുണ്ട്, ഒരു ദർശനമുണ്ട്, ജീവിത രീതിയുണ്ട്, ധാരാളം നമുക്ക് പഠിക്കാൻ. ഇംപ്ലിസിറ്റ് വാല്യൂസ് ഉണ്ട്. ഓരോ പരമ്പരാഗതമായിട്ടുള്ള കർമ്മങ്ങളിലെല്ലാം അന്തർലീനമായിട്ടുള്ള ധാരാളം മൂല്യങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാകാൻ പ്രയാസമാണ്, പക്ഷേ ഈസി ആയിട്ട് പറയാം. ഇപ്പോൾ പാമ്പിൻ്റെ അവിടെ തവളെ കല്ലെറിയുമ്പോൾ അമ്മ പറയുടെ കല്ലെറിയൽ അമ്മയ്ക്ക് പനി വരും എന്ന് പറയും. അമ്മയ്ക്കും പനി, നമുക്കും പനി വരും. തവള ഇല്ലാണ്ടായ കൊതുക് പറ്റി വരും. അപ്പോൾ എല്ലാവർക്കും പനി വരും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു പണ്ട് കാവിൻ്റെ നേരെ വിരൽ ചൂണ്ടാനും പോലും പാടില്ല. വിരൽ ചൂണ്ട 10 വിരൽ കടിക്കണം. ഇതെല്ലാം നമ്മുടെ വിശ്വാസം. പാമ്പ് ഈ ആവാസ വ്യവസ്ഥ ഈശ്വരൻ സൃഷ്ടിച്ചുള്ള ജീവജാലങ്ങളെ അതേപടി സംരക്ഷിക്കുന്നതിനായിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. അപ്പോൾ ചില ശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്ര സാഹിത്യ പുരുഷൻ, അങ്ങനെ ചില ആൾക്കാർ, ഭൗതികമായിട്ടുള്ള നോളജ് കൂടുതലുള്ള ആൾക്കാർ പറയും നെസസറി ഈവിൽ എന്ന് പറയും. നെസസറി ഈവിൽ പോലും അല്ല അത്. നെസസറി ആയിട്ടുള്ള ആത്യന്തിക സത്യം മനസ്സിലായിട്ടുള്ള, പറയില്ലേ, ഭാരതക്ഷേത്രത്തിലെ ശ്രേഷ്ഠരാം ഋഷീശ്വരന്മാർ പാരിനുള്ള അടുക്കലിൽ പാർത്ത് കണ്ടറിഞ്ഞവർ, ആത്യന്തിക ജ്ഞാനം കൊണ്ട് അവർ അറിവിൻ്റെ അത്യുന്നത ശ്രേണിയിൽ നിന്നിട്ട് അവർ പറഞ്ഞു അവിടെ ഒരു കാവ് വേണം. ആ കാവുണ്ടെങ്കിൽ മൃഗം ഇങ്ങോട്ട് വരില്ല. മൃഗം വരില്ലെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പാമ്പ് പിടുത്തക്കാർ പറഞ്ഞ പോലെ ഈ കോണി ചാരി വയ്ക്കൽ, വടി ചാരി വയ്ക്കൽ, വീടിനോട് ചേർന്ന് ചവറ് കൂട്ടിയിടൽ, ഓവ് അടയ്ക്കാണ്ടിരിക്കുക, അതിനൊരു എയർ ഹോൾ പോലെ പോണ സാധനങ്ങൾ വേണം, അങ്ങനെ അകത്തേക്ക് കയറാൻ ദ്വാരങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ചുറ്റുപാടും പാമ്പിനില്ലാത്ത, ഇരിക്കാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥ ഒരു നാട്ടിലും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ആലോചിച്ചു, കഴിഞ്ഞ 5 വർഷത്തിനകം 75,000-ലധികം പാമ്പിനെ പിടിച്ചു. 75,000-ലധികം, എത്ര പാമ്പാന്ന്. ഈ 75,000-ലധികം പാമ്പുകൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഇവിടെ ജീവിച്ചിരുന്നു. ഈ കാർഷിക ഭൂമിയിൽ അവൻ ജീവിച്ചിരുന്നു. അവൻ തവളെ പിടിച്ചിരുന്നു, ഇര പിടിച്ചിരുന്നു, തുരപ്പനെ പിടിച്ചിരുന്നു, കൺട്രോൾ ചെയ്തിരുന്നു. ദർ വാസ് എ ബയോളജിക്കൽ കൺട്രോൾ. അപ്പോൾ കാർഷിക മേളയിൽ ജൈവശാസ്ത്രപരമായിട്ടുള്ള നിയന്ത്രണം, കീടനിയന്ത്രണം ഇവർ നടത്തിയിരുന്നു.